ബാക്കി പറയാണ്. ഇപ്പോൾ വാക്കുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വാക്കുകളെക്കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അവ എന്തൊക്കെ പോലെയാണെന്നൊക്കെ ഇവിടെ നമ്മുടെ കവി, മഹാനായ കവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, വാക്കുകളെ വിശേഷിപ്പിക്കുകയാണ്. Like olives, and then I stir them, I shake them, I drink them, I gulp them down, I mash them, I garnish them, I let them go. Leave them in my poem like stalactites, like slivers of polished wood, like cows, pickings from a shipwreck, gifts from the waves. ഇതുവരെ ആദ്യം നോക്കാം. ലൈക്ക് ഒലീവ്സ്, വാക്കുകൾ ഒലിവുകളെ പോലെയാണ്. ഒലിവ് മരം വിശേഷപ്പെട്ട ഒരു മരമാണ്. പാശ്ചാത്യ നാടുകളിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഇലയ്ക്കും മരത്തിനൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒലിവ് എന്ന് എണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഔഷധ ഗുണമുണ്ട്. ഓക്കെ. അപ്പോൾ ഒലിവ് പോലെയാണ് അവ. അങ്ങനെ ഞാൻ അവയെ സ്റ്റിർ ചെയ്യുന്നു, ഇളക്കുന്നു, കുലുക്കുന്നു, എന്നിട്ട് കുടിക്കുന്നു, അവയെ വിഴുങ്ങുകയും ചെയ്യുന്നു. ഐ മാഷ് ദം, അവയെ ഞാൻ ദ്രവരൂപത്തിലാക്കുന്നു, ലിക്വിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലാക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വാക്കുകളെ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ, വിശുദ്ധമായ ഒരു പാനീയം കുടിക്കുമ്പോൾ നമ്മളവ ഇളക്കി കുലുക്കി കുടിക്കും. അവയെ ദ്രവരൂപത്തിലാക്കി മനോഹരമായ രീതിയിൽ ആക്കി കുടിക്കുന്നു. അപ്പോൾ വിശുദ്ധ പാനീയം കുടിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ വാക്കുകളെ ഞാൻ ചെയ്യുന്നു, ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യുന്നു. വേണമെങ്കിൽ ഇങ്ങനെയും വിചാരിക്കാം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാശ്ചാത്യ സംസ്കാരത്തിലെ അവരുടെ ഒരു പാനീയമായ വീഞ്ഞ് അവർ കുടിക്കുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യും. അപ്പോൾ ആ വീഞ്ഞ് ആസ്വദിച്ച് കുടിക്കും പോലെ ആണ് ഞാൻ വാക്കുകളെ കുടിക്കുന്നത്. ഇങ്ങനെയും അർത്ഥം വരുന്നു. ഐ ഗാർണിഷ് ദം, ഞാൻ അവയെ അലങ്കരിക്കുന്നു, അല്ലെങ്കിൽ ഭംഗി വെപ്പിക്കുന്നു, ഡെക്കറേറ്റ് ചെയ്യുന്നു. ഐ ലെറ്റ് ദം ഗോ, ചിലപ്പോൾ ഞാൻ അവയെ പോവാൻ അനുവദിക്കുന്നു. ലീവ് ദം ഇൻ മൈ പോയം ലൈക്ക് സ്റ്റാലക്ടൈറ്റ്സ്, ചിലപ്പോൾ ഞാൻ അവയെ ലീവ് ചെയ്യുന്നു. ഇവിടെ ഉപയോഗിക്കുക, യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അവയെ എൻ്റെ കവിതകളിൽ സ്റ്റലക്ടൈറ്റുകളെ പോലെ സ്റ്റാലക്ടൈറ്റ്സുകളെ പോലെ
ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. ചില ഗുഹകൾക്കുള്ളിൽ പ്രത്യേക ചുണ്ണാമ്പ് കല്ല് പോലെ ചില ചുണ്ണാമ്പ് കല്ല് പോലുള്ള ചില വസ്തുക്കൾ, അപ്പോൾ അതുപോലെയുള്ളൊരു വസ്തുക്കൾ ഇങ്ങനെ പാറയിൽ നിന്നും ഒലിച്ചിറങ്ങി തൂങ്ങി നിൽക്കാറുണ്ട്. അത് മനോഹരമായ രൂപത്തിൽ കാണാവുന്നതാണ്. മെഴുകുതിരിയുമെന്ന് മെഴുകിങ്ങനെ താഴ്ത്തിങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ അതൊരു പ്രത്യേക ഷേപ്പിലൊക്കെ കാണാൻ പറ്റും. അലങ്കാര വസ്തുക്കളെ പോലെ ഭംഗിയുള്ള സ്ട്രക്ചർ താഴേക്ക് കൂർത്തിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഗുഹകൾക്കുള്ളിലുള്ള മനോഹരമായ ചുണ്ണാമ്പ് കല്ല് പോലെയുള്ള കാര്യങ്ങൾ ഒലിച്ചിറങ്ങിയ രൂപങ്ങളാണ് ഇവ. അതുപോലെ പോളിഷ് ചെയ്തെടുത്ത മരത്തിൻ്റെ ചെറിയ തടിക്കഷ്ണങ്ങൾ പോലെ അവയെ ഉപയോഗിക്കാൻ ഞാൻ കൊതിക്കുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊക്കെ ഭംഗിയുള്ള വസ്തുക്കളാണ്. അപ്പോൾ അത്രയും ഭംഗിയാണ് ഈ വാക്കുകൾക്ക്. നമ്മൾ വീട്ടിൽ ഭംഗി വെപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ വയ്ക്കാറുണ്ട്. അതുപോലെ ഭംഗിയുള്ളതാണ് വാക്കുകൾ. ചിലപ്പോൾ കോൾ പോലെ, കൽക്കരി പോലെ ഞാനവയെ കരുതുന്നു. പിക്കിങ്സ് ഫ്രം എ ഷിപ്പ്റക്ക്, ഒരു കപ്പൽ ഛേദം അല്ലെങ്കിൽ കപ്പൽ ദുരന്തമുണ്ടായി അതിന് വിലപ്പെട്ട വസ്തുക്കളൊക്കെ കടലിലേക്ക് തെറിച്ചു വീഴും. അങ്ങനെ നമുക്ക് അവിടെ പോവുകയാണെങ്കിൽ കിട്ടുന്ന ആൾക്കാർക്ക് അതൊരു നിധി പോലെയാണ്. അപ്പോൾ അതുപോലെ എനിക്ക് ആ വാക്കുകളെ ഞാൻ കരുതുന്നു. ഗിഫ്റ്റ്സ് ഫ്രം ദ വേവ്സ്, തിരമാലകൾ ചിലപ്പോൾ നമുക്ക് ചില സമ്മാനങ്ങൾ തരും. മനോഹരമായ തിരകളിൽ പെട്ടുകൊണ്ട് വല്ല വസ്തുക്കളും വന്ന് അടിയും. അപ്പോൾ മനോഹരമായ ആ സമ്മാനങ്ങൾ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ വാക്കുകളെ. അങ്ങനെ ഞാൻ കരുതുന്നു. പിന്നെ പറയാണ്, everything exists in the world. An idea goes through a complete change because one word shifted its place, or because another settled down like a spoiled little thing inside a phrase that was not expecting her but obeys her. They have shadow, transparence, weighty feathers, hairs, and everything they gathered from so much rolling down the river, from so much wandering from country to country, from being roots so long. അതുവരെ അടുത്തത് നോക്കാം. എവറിത്തിങ് നോക്കാം. എവറിത്തിങ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ എല്ലാം നിലനിൽക്കുന്നത് വാക്കുകളിലാണ്. അതായത് വാക്കുകളില്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളുടെയും ആധാരം നമ്മുടെ ഭാഷയും വാക്കുകളുമാണ്. An idea goes through a complete change because one word shifted its place. ചിലപ്പോൾ ഒരു വാക്ക് ഒരു സെൻറ്റൻസിൽ നിന്നോ ഒരു ഫ്രേസിൽ നിന്നോ അതിൻ്റെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ ആശയം തന്നെ, അർത്ഥം തന്നെ മാറിപ്പോയേക്കാം.
or because another settled down like a spoiled little thing inside a phrase that was not expecting her but obeys her. എന്നിട്ട് ആ വാക്കിന് പകരം മറ്റൊരു വാക്ക് അവിടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിലോ നമ്മൾ വിചാരിച്ച അർത്ഥത്തിൽ നിന്ന് ഒരുപാട് മാറ്റമുള്ള പുതിയ പുതിയ അർത്ഥതലങ്ങൾ തീർച്ചയായും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഒരു ഫ്രേസിൽ നിന്നോ സെൻറ്റൻസിൽ നിന്നോ ഒരു വാക്ക് മാറ്റം ചെയ്യപ്പെട്ടാൽ അർത്ഥം തന്നെ ടോട്ടലി മാറിപ്പോകുന്നു. ഈ പറഞ്ഞ കാര്യത്തിന് ഉദാഹരണം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നിത്യജീവിതത്തിൽ നിരവധി കാണാൻ പറ്റും. ഇവിടെ ഫ്രൈസൽ വെർബൊക്കെ അല്ല, അതിൽ ഉദാഹരണത്തിന് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ, ധരിക്കുക. എന്നാൽ അതേസമയം ആ ഓണ് മാറ്റി ഓഫ് അങ്ങോട്ട് കൊടുത്താലോ, ധരിക്കാതിരിക്കുക എന്നല്ല, നീട്ടി വയ്ക്കുക, പോസ്റ്റ് പോൺ. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരിക്കൊന്നല്ല, വാക്കുകളുടെ അർത്ഥതലങ്ങൾ വളരെ മഹത്തായ കാര്യങ്ങളാണ്, വളരെ ബൃഹത്താണ്, മഹത്തായ കാര്യമാണ്. പിന്നെ പറയാണ്, they have shadow transparent weighty feathers. അവയ്ക്ക് നിഴലുകളുണ്ട്, സുതാര്യതയുണ്ട്, എല്ലാം കടത്തിവിടാനുള്ള കഴിവുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഭാരമുള്ള ചിറകുകളുണ്ട്, തലമുടിയുണ്ട്. അപ്പോൾ വാക്കുകൾക്ക് ഇവയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ജീവനുള്ള വസ്തുക്കൾക്കാണ് ഈ പറഞ്ഞ എല്ലാ ഗുണഗണങ്ങളും ഉള്ളത്. അപ്പോൾ അത്തരം ജീവസ്, ചേതന, ജീവൻ നമ്മുടെ വാക്കുകൾക്കുണ്ട്. ജീവൻ തുടിക്കുന്ന കാര്യങ്ങളാണ്, ജീവനുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ഓരോ വാക്കുകളും. ആൻഡ് എവറിത്തിങ് ദേ ഗ്യാതേർഡ് ഫ്രം പറയുന്നു, ആൻഡ് എവറിത്തിങ് ദേ ഗ്യാതേർഡ് ഫ്രം സോ മച്ച് റോളിംഗ് ഡൗൺ ദ റിവർ, ഫ്രം സോ മച്ച് വാണ്ടറിങ് ഫ്രം കൺട്രി ടു കൺട്രി. മാത്രമല്ല ഈ വാക്കുകൾ ധാരാളം കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. ആ വാക്കുകൾ നദിയിലൂടെയും സമുദ്രത്തിലൂടെയും മറ്റും തിരിഞ്ഞ് മറിഞ്ഞ് നിരവധി അലച്ചിലുകൾക്ക് ശേഷം ഓരോ രാജ്യത്തിൽ നിന്നും മറ്റു രാജ്യത്തിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നിരവധി കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പറഞ്ഞതിനർത്ഥം എന്താ വെച്ചാൽ, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ യാത്രയിലൂടെയാണ് നിരവധി അറിവുകൾ നേടാറ്. ഇവിടെ അതുപോലെ വാക്കുകൾ പലപ്പോഴും നിരവധി സ്ഥലങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞാണ് പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടുന്നു. കടൽ കടന്ന് തീർച്ചയായും പല വാക്കുകളും അന്യദേശങ്ങളിലേക്കെത്തി ആ ഭാഷയിലേക്ക് കയറിപ്പറ്റാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പല വാക്കുകളും കടൽ കടന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കയറിയിട്ടുണ്ട്. ചാർപ്പോയ്, ബംഗ്ലാവ്. ചാർപ്പോയ് എന്ന് പറഞ്ഞാൽ കയറ് കൊണ്ടുള്ളൊരു കട്ടിൽ. അങ്ങനെ നിരവധി വാക്കുകളുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും നമുക്കും ഉണ്ട്. അപ്പോൾ ചിലപ്പം ഡയറക്റ്റായിട്ട് സ്വീകരിക്കും, ചിലപ്പോൾ മറ്റു ചില ഭാഷകളിൽ കയറിപ്പറ്റി ആ ഭാഷയിൽ നിന്നും മറ്റു ചിലർ അതിനെ കടമെടുത്ത് രൂപം മാറ്റി ഒക്കെ പുതിയ പുതിയ വാക്കുകളാക്കി
അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് ചെറിയ ചേഞ്ചുകൾ ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫ്രം ബീയിങ് റൂട്ട്സ് സോ ലോങ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മറ്റൊരു ഉദാഹരണം നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് വാമോസ്, വിവ. ഇതൊക്കെ ഭാഷ നമ്മുടേതൊന്നുമല്ല, ഇംഗ്ലീഷ് ഭാഷയല്ല. സ്പാനിഷ് ആണോ പോർച്ചുഗീസ് അങ്ങനെ എന്തായാലും ഇംഗ്ലീഷ് ഭാഷ അല്ല തോന്നുന്നുണ്ട്, സ്പാനിഷോ പോർച്ചുഗീസൊക്കെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. ഫ്രം കൺട്രി ടു കൺട്രി. ഫ്രം ബീയിങ് റൂൾഡ് സോ ലോങ്. വളരെ കാലമായിട്ട് അവയ്ക്ക് അവിടെ അടിവേരുകളുണ്ടായിരുന്നു. അതായത് സ്വന്തം നാട്ടിൽ അടിവേരുകളുണ്ടായിരുന്ന വാക്കുകൾ പലപ്പോഴും അലഞ്ഞിരിഞ്ഞ് മറ്റു ഭാഷകളിലേക്കും മറ്റു ദേശങ്ങളിലേക്കും എത്തി അവിടെ കയറിപ്പറ്റുന്നു. അടുത്ത ഭാഗമാണ്. They are very ancient and very new. They live in the byre, hidden away and in the budding flower. What a great language I have. It's a fine language we inherited from the fierce conquistadors. They strode over the giant Cordillera over. They are very ancient and very new. അവ പഴയതുകൊണ്ട് പുതിയ വാക്കുകളുമുണ്ട്. അപ്പോൾ ഓൾഡ് വാക്കുകളുമുണ്ട്, പുതിയ വാക്കുകളുമുണ്ട്. എല്ലാ ഭാഷകളിലും ഉണ്ട് പഴയ വാക്കുകളും പുതിയ വാക്കുകളും. ഇപ്പോൾ പുതിയ പുതിയ വാക്കുകൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കുറേ എണ്ണം ഇറങ്ങാറുണ്ട്. പൊളിച്ചു, അതുപോലെ അടിപൊളി, ഇതൊക്കെ പുതിയതായിട്ടുണ്ടാവുന്ന വാക്കുകളാണ്. എന്നാൽ പഴയ വാക്കുകൾ ഓൾഡ് ആയിട്ടുള്ള കാലഘട്ടം, മിഡിൽ ഏജ് കാലഘട്ടങ്ങളിലൊക്കെ ഭാഷകൾ ഉണ്ടാവാറുണ്ട്. എറ്റിമോളജി എന്ന ഒരു കാര്യമുണ്ട്, വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അപ്പോൾ പഴയ വാക്കുകളും പുതിയ വാക്കുകളും ഉണ്ട്. ഓക്കെ, They live in the byre. ചിലപ്പോൾ അവ ശവപ്പെട്ടി വയ്ക്കുന്ന മേശമേൽ കാണപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഫ്യൂണറൽ അല്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങിൽ ഈ വാക്കുകളെ കാണാൻ പറ്റും. മാർബിളിലൊക്കെ നമ്മൾ കൊത്തിവെക്കാറുണ്ട് പേരുകളൊക്കെ. ഹിഡൻ അവേ, ചിലപ്പോൾ അവ ഒളിച്ചിരിക്കുന്നു. മാത്രമല്ല ചിലപ്പോൾ മൊട്ടിടുന്ന പൂക്കളിൽ കാണാൻ പറ്റും. അതായത് ബൊക്കെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ മനോഹരമായ കവിതകളെയും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പറയുന്നു, വാട്ട് എ ഗ്രേറ്റ് ലാംഗ്വേജ് ഐ ഹാവ്. എത്ര മഹത്തായ ഭാഷയാണ് എനിക്കുള്ളത്. തീർച്ചയായും ഈ മനോഹര ഭാഷ ഞങ്ങൾക്ക് പാരമ്പര്യ സ്വത്തായി ലഭിച്ചത് നിഷ്ഠൂരന്മാരായിട്ടുള്ള ചില അധിനിവേശക്കാർ, സ്പാനിഷ് അധിനിവേശക്കാർ ഇവിടേക്ക് കയറി വന്നു. അവർ തീർച്ചയായും വലിയ വലിയ
പർവ്വത ശൃംഖലകൾ താണ്ടിക്കൊണ്ട് അതിലൂടെ സ്ട്രോഡ് യാത്ര ചെയ്തുകൊണ്ട് ഇവിടേക്ക് കയറി വന്നു. അപ്പോൾ സ്പാനിഷ് അധിനിവേശമാണ് നമ്മുടെ മെക്സിക്കോയിലേക്കും പെറുവിലേക്കും ചിലിയിലേക്കൊക്കെയുള്ള അധിനിവേശം. അങ്ങനെ അവർ കൊണ്ടുവന്നതെന്താണ് ഈ പറഞ്ഞ ഭാഷ.